തയ്യാറാക്കി എടുക്കാൻ വേണ്ടി 1 മിനിറ്റിന് താഴെ സമയം വേണ്ടി വരുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം കേട്ടോ. ഇതിന് വളരെ കുറച്ച് സമയമേ വേണ്ടൂ. സ്റ്റിച്ചിങ് അറിയേണ്ട ആവശ്യമില്ല. ആകെ 2 കട്ട് അത്രേ വേണ്ടൂ. നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയാവും. ഇതിന് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ക്ലോത്ത് ആണ് എടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമുക്കത് കോർണർ ചെയ്തൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഒന്നും കൂടി അതൊന്ന് കോർണർ ടു കോർണർ മടക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇൻസ്റ്റാഗ്രാമിൽ കുറേ നാളെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റീലായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഒരു ക്ലോത്ത് എടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അതിനായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് 12 സെൻറ്റിമീറ്റർ താഴത്തേക്ക് മാർക്ക് ചെയ്യാം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അതിൻ്റെ താഴത്തേക്ക് ഒരു 9 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ഒന്നും കൂടെ ക്ലോസ് ആയിട്ട് കാണിക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഈ കോർണറിൽ നിന്ന് താഴത്തേക്ക് 12 സെൻറ്റിമീറ്റർ, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം 7 സെൻറ്റിമീറ്റർ, അതിനുശേഷം താഴത്തേക്ക് 9 സെൻറ്റിമീറ്റർ. ഇത്രയും ആകെ വേണ്ടൂ. പിന്നെ സിമ്പിൾ അല്ലേ? 2 കട്ട് നമ്മൾ മാർക്ക് ചെയ്തതിലൂടെ കൂടെ ഇത് കണ്ടോ. ഞാൻ ഈ കട്ട് ചെയ്യുന്നത് പോലെ കോർണർ ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ ആ ഒരു 9 സെൻറ്റിമീറ്റർ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഹാങ്ങർ എടുത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി നിവർത്തിയിടാം. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു 3 ഹോൾ ഉണ്ടല്ലോ, അതിലൂടെ നമ്മുടെ ഹാങ്ങർ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കാണാം നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്കൊരു ഫ്രോക്ക് പോലെയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ലെങ്ത്തോ ഹാഫ് ലെങ്ത്തോ എങ്ങനെയാണെന്ന് വെച്ച് എടുക്കാം. ജീൻസിൻ്റെ ടോപ്പായിട്ട് അങ്ങനെ ആയാലും എടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ ടോപ്പ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി നിങ്ങൾ എടുത്തുകൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.